ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായ തിരക്കഥയോടുകൂടി പൂർണ്ണമായ കഥയോടുകൂടി ഒരു പ്രോജക്റ്റ് ഞാൻ പിച്ച് ചെയ്തിട്ടില്ല. ആ നിരൂപണത്തിന് ഒരു മറുപടി എന്തായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് സംവിധായകൻ്റെ മറുപടി പറയുന്നതിനും തെറ്റില്ലല്ലോ. ഒരാൾ വരുന്നു, എൻ്റെ ഹാപ്പി എൻഡിങ്, പിന്നെ ഒരാൾ വരുന്നു ഹാപ്പി എൻഡിങ്, പിന്നെ ഒരാൾ വരുന്നു ഹാപ്പി എൻഡിങ്, പടം തീർന്നു എന്നാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത്. 60 മിനിറ്റിനാണോ നോക്കുന്നത്, 90 മിനിറ്റ്സിനാണോ നോക്കുന്നത്? 1 മണിക്കൂർ മതിയായിരിക്കും. ഇപ്പോൾ സ്പാ എന്ന് പറഞ്ഞ സിനിമ ചെയ്യരുതെന്നും ചെയ്താൽ തന്നെ നിങ്ങളുടെ പേര് വയ്ക്കരുതെന്നും എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചിരുന്നു. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, കഞ്ചാവ് പോയിട്ട് നമ്മൾക്കറിയുന്ന നടിമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാപ്പി ചെയ്യുന്ന കറക്റ്റായിട്ടല്ലേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്സ് കാണിക്കുന്നുണ്ട്. ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളോടല്ലേ സഹതാപം തോന്നുള്ളൂ എന്നുള്ള മട്ടിലാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമയിൽ അതല്ലാതെ കാണിക്കുന്നുണ്ടോ? നല്ല രസമുണ്ടായിരുന്നു പുള്ളി അത് പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട്. പിന്നെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു വിനീതുമായിട്ട്. കുറച്ച് പേര് വരാതിരുന്നവരുണ്ട്, പേടിച്ചു പോയവരൊക്കെ ഉണ്ട്. മഹാവീരർ അത്രയും ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു റെസ്പോൺസ് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ എനിക്കറിയാം അതൊരു നോർമൽ കൊമേഴ്സ്യൽ സിനിമയുടെ സ്വഭാവത്തിലുള്ള സിനിമയല്ലാന്ന് എനിക്ക് അറിയായിരുന്നു. അത് കണക്ട് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് അടിച്ചിട്ട് സിനിമ ചെയ്തതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം എബ്രിഷൈൻ, സ്വാഗതം. നമസ്കാരം. എബ്രിഷൈൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആക്ഷൻ ഹീറോ ബിജു ആദ്യം കണ്ടിട്ട് കൂട്ടുകാരൻ പറഞ്ഞാണ്, ഞാൻ ചോദിച്ചാൽ എന്താ കഥ എന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ എന്തൊക്കെയാണ്, അതാണ് സിനിമ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കഥയായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് തോന്നുന്നില്ല. അപ്പം സ്പായിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്പായിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ എന്തായിരിക്കും, ഓൾമോസ്റ്റ് കുറച്ച് അതിൻ്റെ പൊടിപ്പും തൊങ്ങലും ചേർത്തിട്ടുണ്ട്. അതാണ് സിനിമ. അതിൻ്റെ അത് ഏത് സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്താലും വലിയ കുഴപ്പങ്ങളില്ല. ഒരു സീക്വൻസ് ഇനി കളഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഒന്നും തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഇന്റർ കണക്റ്റഡ് സീനുകളല്ല. ഈ സ്ഥിരമായിട്ടുള്ള രീതികളെ തച്ചുടച്ച് പോകണം എന്നുള്ളത് ഒരു എന്താ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഫിലിം മേക്കറാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ സ്പായുടെ കഥ, നമ്മൾ സ്പാ എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയാറുണ്ട്. ഇങ്ങനൊരു ഇടത്തെക്കുറിച്ച് പറയാം. ഒരു സ്ഥലത്ത് വരുന്ന മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ഈ കഥ പറയുന്നത്. ഈ സ്ഥലത്ത് വരുന്ന പലതരം മനുഷ്യരുണ്ട്. അവരുടെ ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ വരുന്ന മനുഷ്യരാണ്. അവിടെ ഉള്ളവരും ഫേക്ക് ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുന്നത്. ഞാൻ ജനറലി സ്പായെക്കുറിച്ച് പറയുകയല്ല. പക്ഷേ നമ്മുടെ സിനിമയിൽ നിന്ന് വിചാരിക്കാം, നമ്മുടെ സിനിമയിലെ സ്പായിൽ അതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ പേര് ആ കഥാപാത്രം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പരസ്പരം ഇവിടുത്തെ സ്പാകളിലുള്ള മറ്റു തെറാപ്പിസ്റ്റുകളുടെ പേര് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെ ഫേക്ക് ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങോട്ട് ഈ മനുഷ്യർ വരികയാണ്, പലതരം മനുഷ്യർ. അപ്പോൾ ഞാൻ ഇന്നലെ സിനിമ ഞാൻ വെറുതെ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തല്ലോ. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മളൊരു പത്രസമ്മേളനം നടത്തി, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴെല്ലാം സിനിമ ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് പറയാൻ പാടില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂസ് വരുന്നു, കണ്ടമാനം റിവ്യൂസ് വരുന്നുണ്ട്. ഈ റിവ്യൂസിനെ നമ്മൾ എടുക്കാമെന്ന് ചോദിക്കാം. കുറച്ച് റിവ്യൂസ് വരും. ഇപ്പോൾ റിവ്യൂസിൽ അവർ വരുമ്പോൾ അവർ പറയുന്നത്, ഇതെന്താ ഇതിപ്പോൾ ഒരാൾ വരുന്നു സ്പായിൽ ഒരാൾ വരുന്നു, എൻ്റെ ഹാപ്പി എൻഡിങ്, പിന്നെ ഒരാൾ വരുന്നു ഹാപ്പി എൻഡിങ്, പിന്നെ ഒരാൾ വരുന്നു ഹാപ്പി എൻഡിങ്, പടം തീർന്നു എന്നാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത്. ആക്ച്വലി ആ സ്പായിൽ 12ഓളം മനുഷ്യർ വരുന്നുണ്ട്, 12 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ 3 പേർക്ക് മാത്രമേ ഹാപ്പി എൻഡിങ് ഉള്ളൂ, ബാക്കി 9 പേർക്ക് ഹാപ്പി എൻഡിങ് ഇല്ല. അപ്പോൾ ആളുകൾ കാണുന്നത് ഇത് മാത്രമായിരിക്കും ഈ റിവ്യൂ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ക്രെഡിബിളായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരല്ലാതെ, കുറച്ച് നമുക്ക് കേട്ടാൽ അത് കുറച്ചുകൂടെ ഒന്നും സീരിയസ് ആയിട്ട് ഒന്ന് പറയുന്ന ആളുകളല്ലാതെ, ജനറലി ഒരു കാര്യമില്ലാതെ പറയുന്ന കുറച്ച് പേരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള റിവ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ
ഈ ലെയേഴ്സ് ഒന്നും കാണുന്നതേ ഇല്ല. പലതരം മനുഷ്യർ വരുന്നുണ്ട്, പല ഐഡൻറ്റിറ്റിയിലുള്ള ആളുകൾ വരുന്നുണ്ട്. ക്യാരക്ടർ ഡ്രിവൺ ആണ്. ഒരു കഥ പറയുമ്പോൾ പലതരത്തിൽ ഒരു കഥയെ ഫോളോ ചെയ്ത് പോകാം. ഒരു ഇവൻറ്റ് ഡ്രിവണായിട്ട് പരിപാടികൾ പോകാം, ക്യാരക്ടർ ഡ്രിവണായിട്ട് പോകാം. ക്യാരക്ടർ ഡ്രിവണായിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സിനിമയാണിത്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളുടെ എൻകൗണ്ടേഴ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പം പല റിവ്യൂവിൽ നിന്നും നമ്മൾ വായിക്കുമല്ലോ, അപ്പം അങ്ങനെ പലതും ഇപ്പം മേജോറിറ്റി ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ മാത്തനും റേയും, അപ്പം എനിക്ക് തോന്നുന്നു വിനീത് തട്ടിലും രാധികയും ചെയ്ത കഥാപാത്രം, അവരുടെ ഒരു പ്രണയം, അവരുടെ ഒരു സ്റ്റോറി കുറച്ചുകൂടി അതിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ സിനിമ എന്ന് പലതരത്തിൽ കമന്റ്സുകൾ കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. മാത്തൻ്റെയും റിയയുടെയും പ്രണയം, അതായത് ഒരു സ്പാ പോട്ടെ, ഒരു സ്ഥലത്തേക്ക്, ഒരിടത്തേക്ക്, സ്പാ അല്ലെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഒരു ബ്രോത്തൽ ഹൗസിലേക്ക്, ഇത് സ്പാ ഒരു ബ്രോത്തൽ ഹൗസ് അല്ല. സ്പാ ഇതൊരു തെറാപ്പി സെൻ്ററാണ്. അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള എൻകൗണ്ടറാണ്. ഇങ്ങനൊരു സ്ഥലത്തേക്ക്, ഒരു തെറാപ്പി സെൻറ്ററിലേക്ക് ചെല്ലുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ നിന്നെ രക്ഷിക്കാം എന്നാണ് ഇയാൾ പറയുന്നത്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു ബ്രോത്തൽ ഹൗസിലേക്ക് നായകൻ ചെല്ലുന്നു, നന്മയുടെ പ്രതീകമായ നായകൻ. അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് അയാൾക്ക് പ്രണയം തോന്നുന്നു. അപ്പോൾ ആ പെൺകുട്ടിയായിട്ട് ആക്ട് ചെയ്യുന്ന നടിയെ നോക്കണം. ആ നടി ഭയങ്കര സുന്ദരിയായിരിക്കും. ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളോടല്ലേ സഹതാപം തോന്നുള്ളൂ എന്നുള്ള മട്ടിലാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമയിൽ അതല്ലാതെ കാണിക്കുന്നുണ്ടോ? സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് നന്മയുടെ പ്രതീകമായ നായകൻ പ്രണയം തോന്നുന്നു. കാലാകാലങ്ങളായുള്ള കീഴ്വഴക്കമാണത്. അപ്പോൾ ആ നായികയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന യാത്ര ആയിരിക്കും ആ സിനിമ. ഇവർ പറയുന്നത് ആ സിനിമയുടെ വേറെ വേർഷനാണ് മാത്തനും റിയനും സംഭവിക്കുന്നത്. സൂത്രധാരൻ എന്ന് പറഞ്ഞ സിനിമ. ചെല്ലുന്നു, മീര ജാസ്മിനോട് പ്രണയം, സുന്ദരിയായ മീര ജാസ്മിൻ ആർക്കും പ്രണയം തോന്നും. മീര ജാസ്മിനോട് പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്തണം. രുദ്രാക്ഷത്തിനകത്ത് സുരേഷ് ഗോപി ചെല്ലുന്നു, ആനിയോട് പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഗുണ്ടകൾ വരുന്നു. അഭിമന്യുവിനകത്ത് ഗീതേനെ ലാലേട്ടൻ രക്ഷപ്പെടുത്തുന്നു. സടക് എന്ന് പറഞ്ഞ സിനിമയിൽ സഞ്ജയ് ദത്ത് ചെല്ലുന്നു, ബ്രോത്തൽ ഹൗസിലെ പെൺകുട്ടിയെ കാണുന്നു, പ്രണയം തോന്നുന്നു, പൂജ ഭട്ടാണ്, പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്തിയവരെല്ലാവരും സുന്ദരികളാണ്. നായകൻ ചെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുക. ഇവിടെ ഇതൊരു ബ്രോത്തൽ ഹൗസല്ല. ഇത് എന്തിനാണ് ഇയാൾ രക്ഷപ്പെടുത്തുന്നത്? ഇതിവിടെ നിൽക്കുന്ന ഈ ആക്ടിവിറ്റി പലരെയും മസാജ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. പുള്ളിയുടെ തോന്നലാണ്. അപ്പോൾ പുള്ളി പെട്ടെന്നൊരു ഹീറോ ആയി മാറുന്നു. പുള്ളി ഉള്ളിലൊരു നായകനായി, ഒരു നന്മ നിറഞ്ഞ നായകനായിട്ട് പുള്ളി മാറി. അവിടെ സ്ട്രഗിളിൽ പെട്ട് നടക്കുന്ന റിയയെ പുള്ളിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് സംഭവം. അപ്പോൾ എന്താണ്, ഇവരുടെ ഇടയ്ക്ക് പോയാൽ ഈ കഥ ഇനി എങ്ങോട്ട് വികസിക്കും? റിയ പുറത്തേക്ക് ഇറങ്ങുന്നു, മാത്തൻ പുറകെ ഫോളോ ചെയ്യുന്നു, റിയയുടെ വീട്ടിൽ ചെല്ലുന്നു. ഉടനെ റിയയെ ഏത് വിധേനയും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇയാൾ കല്യാണം കഴിച്ച് വീട്ടിലോടും. ഇങ്ങനെയാണോ കഥ? അതോ റിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇയാൾ ശ്രമിക്കുമ്പോൾ ബ്രോത്തൽ ഹൗസിലെ കുറച്ച് ആളുകൾ ഇയാളെ തടയുന്നു? ഇങ്ങനെയാണോ ഈ കഥ വേണ്ടത്? എവിടെയാണ് ഈ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അതേയല്ല കഥ. അതെല്ലാം ബ്രേക്ക് ചെയ്തു. ഇയാൾക്ക് തോന്നിയ പ്രണയം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. ഇയാൾക്ക് റിയോട് തോന്നിയ പ്രണയം എന്ന് പറയുന്നത് അത് ആ പ്രണയമേ റിയലല്ല, അതൊരു ഫിക്ഷനാണ്, ഒരു ഇല്യൂഷൻ പോലത്തെ സാധനം പുള്ളിക്ക് തോന്നിയത്. കാരണം പുള്ളിനെ ആദ്യമായിട്ട് തൊട്ടൊരു പെൺകുട്ടി സ്ട്രഗിളിൽ പെട്ട് കിടക്കാണ്, രക്ഷപ്പെടുത്തണമെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഇല്യൂഷനിൽ കാര്യമില്ല. ഈ ഇല്യൂഷൻ കൊണ്ട് ഈ ഇല്യൂഷനാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവസാനം ഒരു വെടിയും പുകയും നടക്കുമ്പോൾ പോലും പുള്ളി ആ ഇല്യൂഷനകത്ത് പെട്ടിടക്കുക. ഇപ്പം ഈ പറഞ്ഞൊരു കഥ ഇപ്പം വളരെ ഗൗരവപരമായ സിനിമയെ വിമർശിക്കുകയും നിരൂപണം എഴുതുകയും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇപ്പം എന്താ പറയുക, സിനിമ നിരൂപകർ എന്ന് പറയാം, വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ, അവർ പക്ഷേ ഈ കഥകൾ കൃത്യമായിട്ട് അവർക്ക് കൺവേ ആവും. അപ്പം ഇതായിരിക്കും അതിൻ്റെ അകത്ത് പക്ഷേ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും. പക്ഷേ സാധാരണ ഒരു പ്രേക്ഷകൻ സിനിമ തിയേറ്ററിൽ വരുന്നവൻ ഇത്രയും ഗാഢമായി കഥ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. അവൻ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരുന്നിട്ട് അവൻ ഒരു സ്പായിലേക്ക് തിരിച്ച് വച്ചേക്കുന്ന ഒരു ക്യാമറ എന്ന് തന്നെ അവൻ പറയാൻ സാധ്യതയുള്ളൂ. അവനോട് ഇങ്ങത്രയും നീ ആലോചിച്ച് കഥ പറയണമെന്ന് കാണാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല, അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവർ ആ സിനിമ കാണുമ്പോൾ അവർക്ക് ചിരിക്കാനുള്ള ആലോചനയുടെ കാര്യങ്ങളില്ല, അവർക്ക് കണ്ട് ചിരിക്കാനുള്ള
അവർ കണ്ട് ചിരിക്കുന്നുണ്ട്, തിയേറ്ററിൽ കണ്ട് ചിരിക്കുന്നുണ്ടാവാം. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീക്വൻസുകൾ കണ്ട് ചിരിക്കുന്നുണ്ട്. അവസാനം വരുന്ന ഈ ക്യാരക്ടേഴ്സിൻ്റെ വെടിവെപ്പിനെ കുറിച്ച് സംബന്ധിച്ച് അവർ ഈ ജോണർ ഷിഫ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു തലക്കടി കിട്ടിയ പോലെ ആയി പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആയി പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആയി പോയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വിശദീകരിക്കേണ്ടതൊരു സംവിധായകൻ്റെ കടമയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതെന്താണ്, അപ്പം ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിച്ചാൽ ഇത് കാഴ്ച കുറച്ചുകൂടെ തീർച്ചയായിട്ടും ഈസിയാവും. ഇപ്പം നമ്മളൊരു കാഴ്ചയെ അതായത് ഒരു ക്രിയേറ്റർ ഒരു സാധനം ചെയ്യുന്നു. ഈ ക്രിയേറ്റർ ചെയ്തത് എന്താണ് എന്ന് മറ്റുള്ള സ്ഥലത്തുനിന്ന് പോകാണല്ലോ. ഇപ്പോൾ നിരൂപണം നല്ലതാണ്, നിരൂപണം ചെയ്യുമ്പോൾ നമ്മളും കൂടെ ക്ലിയർ ആവും. പക്ഷെ ആ നിരൂപണം ചെയ്യുന്നതിന് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയണം, ആ നിരൂപണത്തിന് ഒരു മറുപടി എന്തായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് സംവിധായകന് മറുപടി പറയുന്നതിനും തെറ്റില്ലല്ലോ, അല്ലേ? നമ്മളൊരു ക്രിയേറ്റർ പറയുകയാണ്, ഇതിന് ഇങ്ങനെ കൂടെ ഒന്ന് കാണാൻ ശ്രമിച്ച് നോക്കൂ എന്ന് മാത്രം ഒരു ഹമ്പിൾ സജഷൻ വേണമെങ്കിൽ സംവിധായകന് പറയാം. മനസ്സിലായിട്ട് ചിലപ്പോൾ ഒന്ന് ഗൈഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാം. നോർമലി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മിസ്ഗൈഡ് ചെയ്യുന്നവരോട് ചിലപ്പോൾ ഇതിനെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതിങ്ങനെ ഉള്ളൂ, ഇത് 3 ഹാപ്പി എൻഡിങ് മാത്രമാണ് എന്ന് പറയുന്നവരോട് ഇങ്ങനെ കൂടെ ഈ സിനിമ കാണാൻ വേണമെങ്കിൽ സംവിധായകന് പറയാം. കാരണം ഒരു സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ അതിനെക്കുറിച്ച് നിരൂപണം വരുന്നു. അപ്പോൾ സംവിധായകന് മനസ്സിലായി ഇത് പ്രേക്ഷകർ ഇങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സംവിധായകൻ പിറ്റേ ദിവസം വന്നിട്ട് ഇതിങ്ങനെ കൂടെ ഒരു ആംഗിളുണ്ട്, നിങ്ങൾ ഇങ്ങനെ കൂടെ കണ്ടു നോക്കുമെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ടേഴ്സിനോട് നമ്മൾ സംസാരിക്കില്ല. ഡയറക്ടേഴ്സുമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ചിലപ്പോൾ ഒന്ന് ചോദിക്കും. ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം എബ്രഷനെ പോലെ കൊമേഴ്ഷ്യൽ സിനിമ 1983 ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്പാ പോലത്തെ സിനിമകൾ ചെയ്യുന്നു. ഇതൊക്കെ വേറൊരു തരത്തിലുള്ള സിനിമകളാണ്, കാഴ്ചപ്പാടുകൾ നൽകുന്ന സിനിമകളാണ്. അപ്പം ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ സിനിമകൾ മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഫിലിം മേക്കറുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം സ്ട്രഗിൾ ഉള്ളതായിരിക്കും. കാരണം എപ്പോഴും ഒരു മാസ് ഓഡിയൻസിലേക്ക് ഒരു സിനിമ എത്തുക എന്ന് പറയാനുള്ള അയാൾ ആഘോഷിക്കപ്പെടുകയുള്ളൂ. ഇപ്പം എത്രത്തോളം ക്ലാസിക് സിനിമകൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോകം, ഇപ്പം നമ്മളുടെ കേരളത്തിനുള്ളിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു തരുൺ മൂർത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ജോഷി സാറിനെ ആഘോഷിക്കപ്പെടുന്ന പോലെ അടൂർ ഗോപാൽ സാറിനെ ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം എടുക്കുന്ന സിനിമകൾ വേറൊരു നിലവാരത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റൽ ചിത്രങ്ങളിലേക്ക് പോകുന്തോറും ഒരു സംവിധായകൻ എത്രയുള്ള സ്ട്രഗിൾ ഉണ്ടാവും മുന്നോട്ടുള്ള യാത്ര? ഇപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ സ്പാ ഞാൻ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ സ്പാ എന്ന് പറഞ്ഞ സിനിമ ചെയ്യരുതെന്നും ചെയ്താൽ തന്നെ നിങ്ങളുടെ പേര് വയ്ക്കരുതെന്നും എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചിരുന്നു. സ്പാ നിങ്ങൾ സിനിമ ചെയ്തോളൂ, പക്ഷെ വേറൊരാളുടെ പേരിൽ ചെയ്യൂ, ഇൻ കേസ് ചെയ്താൽ തന്നെ പേര് വയ്ക്കരുതെന്നൊക്കെ ഉപദേശങ്ങൾ ഒന്നുമില്ല. നമ്മളൊരു സിനിമ ചെയ്യുന്നു, നമ്മളങ്ങനെ ഒരു ഭാരം തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തോന്നി, ഓക്കെ, ഈ സിനിമ ചെയ്യാൻ തോന്നിയാൽ നമ്മൾ ആ സിനിമ ചെയ്യുക. അങ്ങനെ ഞാൻ ഭയങ്കര ബോധർ ചെയ്യുന്നില്ല. ആക്ച്വലി ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ആളാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഒരു സിനിമ ചെയ്യാൻ ഒരു കിക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒരു ഫിലിം ഡയറക്ടർക്ക് ഒരു കിക്ക് കിട്ടുക, ഇങ്ങനൊരു സിനിമ ചെയ്യാം, ഇങ്ങനെ കിക്ക് കിട്ടുക, ഇതിനൊരു സാധ്യതയുണ്ട്, ഇതിന് ഇങ്ങനൊരു പോസിബിലിറ്റി വെച്ചാൽ അതിൻ്റെ സീക്വൻസുകൾ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നു ഒരു പുതിയൊരു പരിപാടി ഉണ്ടെങ്കിൽ വന്നിട്ടില്ല, ഇങ്ങനൊരു സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ വന്നിട്ടില്ല, ഇത് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ ആലോചിച്ചിട്ട് അയ്യോ ഈ സിനിമ ചെയ്താൽ കൊമേഴ്സ്യലി ഇത് പോകില്ല, അപ്പോൾ എൻ്റെ പൊസിഷൻ എവിടെയാണെന്നൊന്നും ബോധർ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം എൻ്റെ ഒരു കൊമേഴ്സ്യലി ഇങ്ങനെ വലിയൊരു പൊസിഷനിൽ ഇങ്ങനെ ഒരു ധനികനായി ഒരു പണക്കാരനായി മാസ് സിനിമകളുടെ ഒരു സൂപ്പർ ഹിറ്റ് അങ്ങനെ ഞാൻ ബോധർ ചെയ്യുന്നില്ല. അങ്ങനെയില്ല. ഈ കിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിഗർ, ആ കിക്ക് എന്തായിരുന്നു? നമ്മളൊരു കഥ പറയുമ്പോൾ കഥയ്ക്ക് സീക്വൻസുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കഥ പറയുക, സീക്വൻസുകൾ ഉണ്ടാക്കാനും ഒരു ആക്ടേഴ്സിനെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു,
ഒരു രാച്ചിയമ്മയുടെ മരപ്പാവകൾ എന്ന് വെച്ചിട്ട് റൂബിൻ്റെ ഒരു ചെറുകഥയുണ്ട്. ആ കഥ ഒരാൾ ഒരു വീട്ടിലേക്ക് അയാൾ സെൻസസ് എടുക്കാൻ വേണ്ടി ചെല്ലുക. അവിടെ മരപ്പാവകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, മരപ്പാവകൾ ഉണ്ടാക്കി വിൽക്കുന്നൊരു സ്ത്രീ നിൽക്കുക. അപ്പോൾ സ്ത്രീയോട് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, രണ്ടുപേരും തമ്മിൽ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര്. എന്ത് ചെയ്യുന്നു? എന്നെ ചെയ്യുന്നു. ഭർത്താവുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കും. അപ്പോൾ ഇയാൾ വരുന്നു, ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും രണ്ടാണ് അർത്ഥം. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ സംഭാഷണം. രണ്ട് മനുഷ്യർ തമ്മിൽ മാത്രം സംസാരിച്ച് അതിൻ്റെ എൻഡിൽ അവർ തമ്മിൽ ചെറിയ കണക്റ്റായി അവർ തമ്മിൽ പിരിച്ചു പോകുന്നു. അതൊരു 10-15 മിനിറ്റ് നേരത്തെ ഒരു കോൺവെർസേഷനാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുക, അപരിചിതരായിട്ടുള്ള രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന സ്പേസ് ഏതെന്ന് തേടിയാണ് ഞാനിതിലെ അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ കിക്ക്. അപരിചിതരായിട്ടുള്ള രണ്ട് മനുഷ്യർ സംസാരിക്കുന്നു, ഒരു എൻകൗണ്ടർ ഉണ്ടാവുക. ആ എൻകൗണ്ടർ എവിടെയാണ്? രണ്ട് അപരിചിതരായിട്ടുള്ള മനുഷ്യർ സംസാരിച്ചിട്ട് ഒരു മനുഷ്യനെ ഇനി കുറച്ചുകൂടെ അയാളെ തന്നെ എന്താ പറയുന്നത്, അയാളുടെ ഒറിജിനലിനെ അയാൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന വേറൊരു മനുഷ്യനാക്കി മാറാനും കൂടെ പറ്റുന്ന സാധനമാണ്. കുറച്ചുകൂടെ ഇതിന് രസകരമായിട്ടുള്ള സംഭാഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുറേ കൂടെ ഇതിനെ വെളിപ്പെടുത്തിയാൽ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. അങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു സ്പേസിൽ രണ്ട് അപരിചിതരായിട്ടുള്ള മനുഷ്യരുടെ സംഭാഷണം എൻകൗണ്ടർ എന്നുള്ള രീതിയിലാണ്. അതിനുള്ള സാധ്യതകൾ തേടിയാണ് ഞാൻ ആക്ച്വലി സ്പായിലെത്തിയത്. ഈ മലയാളികളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയാം, അല്ലെങ്കിൽ സെക്ഷൽ ഫാൻറ്റസീസ് എന്ന് പറയാം, ഇതൊക്കെ കൂടി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ശരിക്കും? രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്നത് പോലെയാണ്. ലൈംഗിക ദാരിദ്ര്യം മാത്രമല്ലല്ലോ അതിനകത്ത് പറയുന്നത്. ഇപ്പം ഇയാളുടെ വിജയ് മേനോൻ്റെ ക്യാരക്ടർ ലൈംഗിക ദാരിദ്ര്യമൊന്നുമില്ല, അയാളൊരു ആർട്ടിസ്റ്റാണ്. അതിനകത്ത് രാജശ്രീ ദേശ്പാണ്ഡെ ചെയ്ത ക്യാരക്ടർ ലൈംഗിക ദാരിദ്ര്യമല്ല പറയുന്നത്. അവരൊരു യാത്ര കഴിഞ്ഞ് റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നത്, അവർ വേറെ തരം സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതിനകത്ത് കില്ലറായിട്ട് വന്ന ടോണിയുടെ അയാളുടെ ലൈംഗിക ദാരിദ്ര്യമല്ല പറയുന്നത്. അവർ വളരെ സീരിയസ് അല്ല, അവർ സിനിമയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരെത്രയോ കാര്യങ്ങൾ അയാൾ സംസാരിക്കുന്ന മുഴുവനും അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ തമ്മിലൊരു ഒരു കണക്റ്റ് കിട്ടുന്നുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും ഒരു സെക്ഷൽ ഒരു സീക്വൻസ് പോലും അതിനകത്തില്ല. അവർ സംസാരിക്കും വളരെ സീരിയസ് ആണ്. എന്താ ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമയെക്കുറിച്ച് അടക്കം അവർ വേറെ മാറ്ററാണ് സംസാരിക്കുന്നത്. അപ്പോൾ പല മനുഷ്യരും പലതരം ആവശ്യങ്ങളുമായിട്ട് പലതരം രീതിയിലാണ് അവിടെ വരുന്നത്. അതിനകത്ത് ഇത് മാത്രം ആയിരിക്കില്ല. അതിനകത്ത് നീന കുറുപ്പിൻ്റെ കഥാപാത്രം പറഞ്ഞാൽ ഞാൻ സ്പായി പോകുന്ന ഒരാളാണ്. എത്രയോ സ്ഥലത്ത് ഞാൻ പോകുന്നു, ഞാൻ ഇന്ന സ്പായിലൊക്കെ പോകാനെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിരന്തരമായിട്ട് പോകുന്ന ആളാണ്. അവർ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് പോകുന്നതല്ലോ. പലതരം മനുഷ്യർ, പല ക്രൈസിസ് ഉള്ള മനുഷ്യർ എന്നുള്ള മട്ടിൽ ഒന്നുമായിട്ട് ബന്ധപ്പെടാതെ വേറെ തന്നെ മോട്ടീവായിട്ട്, വേറെ തരം കോൺഫ്ലിക്റ്റുമായിട്ട്, വേറെ തരം സ്വഭാവമുള്ള, വേറെ ഭാഷയിൽ സംസാരിക്കുന്ന വേറെ തരം മനുഷ്യന്മാരുടെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്. വേറെ തരം മനുഷ്യർ, പല എൻകൗണ്ടേഴ്സാണ് അവിടെ നടക്കുന്നത്. രണ്ടുപേരുടെ കൂട്ടിമുട്ടൽ എന്ന് പറയുന്ന സാധനം പല ഏരിയയിൽ പല സ്ഥലത്ത് ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് പലതരം മനുഷ്യരാണ് സംസാരിക്കുന്നത്. ശരിക്കും ഫസ്റ്റ് കാസ്റ്റിംഗ് ഇവർ തന്നെയായിരുന്നു? കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പല സീനുകളും കണ്ടിട്ട് ഇപ്പം ആക്ട്രസ്മാരാണെന്നുണ്ടെങ്കിലും ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറിയ കാസ്റ്റിംഗ് ഉണ്ടോ ഇതിനകത്ത്? ആദ്യം ഫസ്റ്റ് റൗണ്ട് ഓഫ് കാസ്റ്റിംഗ് ഇവരെല്ലാവരും തന്നെയായിരുന്നു. ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകാമെന്നേ ആദ്യം പറഞ്ഞുള്ളൂ. ഇങ്ങനെ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ മനുഷ്യന്മാർ അതിനകത്ത് വരും എന്ന് പറഞ്ഞു. മിക്കവാറും പ്രശാന്തിനോട് പറഞ്ഞു. പ്രശാന്ത് അപ്പോൾ തന്നെ സംഭവിച്ചു. ദിനേശന് പറഞ്ഞു. കുറച്ച് പേരതിനകത്ത്, കാരണം ഇതെങ്ങനെയാണിത് വരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം ഇങ്ങനൊരു സാധനം വന്നിട്ട് എന്ത് അലമ്പായിരിക്കും കാണിക്കാൻ പോകുന്നത് ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണുമായിരിക്കാം. ചോദിച്ചില്ല, പ്രത്യേകിച്ച് നമ്മൾക്കറിയുന്ന നടിമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാപ്പി ചെയ്യുന്ന കറക്റ്റായിട്ടല്ലേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്സ് കാണിക്കുന്നുണ്ട്. കാരണം ഈ ആക്ടേഴ്സ് വരുമ്പോഴേ അവർ ഭയക്കും. ഇവിടെ വന്ന ശേഷം, സെറ്റിൽ വന്ന ശേഷം ഡയറക്ടറായിട്ട് ഡ്യൂടേണ്ട കാര്യമില്ലല്ലോ. നമ്മളിതിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ പോകുന്നത്? ഒരു കഥാപാത്രത്തെ നമ്മൾ വിളിക്കുന്നു. ഈ കഥാപാത്രത്തിൻ്റെ
ഈ കഥാപാത്രം എന്താണ്. ഇപ്പോൾ സ്പായിൽ പോകണമെങ്കിൽ അതിന് ഈ ഡിസ്പോസിബിൾ ബ്രീഫ് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ പാൻറ്റീസ് ഇട്ട് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ധരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ പ്ലാൻ എന്താണ്, എന്തൊക്കെ വിഷ്വൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ സിനിമയെ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഭയക്കും ആളുകൾ. എന്നെ വിളിച്ചാൽ ഞാനും ഭയന്ന് പോകും. മനസ്സിലായില്ലേ? ഇത് എനിക്കറിയാം ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്തവർ ചിലപ്പോൾ ഭയന്ന് പോവാം പറഞ്ഞിട്ട്, അല്ല ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. ഇത് എസ്തറ്റിക്കലി ഞാൻ ചെയ്യുള്ളൂ, ഇത് ഞാൻ വൃത്തികേടാക്കില്ല, ഇതെൻ്റെ സിനിമയാണ്, എൻ്റെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അത് എസ്തറ്റിക്കലി വൃത്തികേടാക്കൂല എന്നുള്ളത് എൻ്റെ സെൻസിബിലിറ്റിയിൽ ഞാൻ വിചാരിക്കുകയാണ്. അതിങ്ങനെ ആക്കൂല. ഇവോൾവ് ചെയ്ത് വരുന്ന പ്രോസസ്സാണ്. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നതെന്നാണെന്ന് എനിക്കറിയാമല്ലോ. ഇത് ചിലപ്പം മറ്റൊരാൾക്ക് ചിലപ്പോൾ ആ വിശ്വാസം വന്നുകൊള്ളണമെന്നില്ല. പിന്നെ ചിലർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും ഡയറക്ടറിനെ. ഞാൻ ആക്ടറാണ്, ഞാൻ ബ്ലൈൻഡായിട്ട് എന്തായാലും ശരി ഞാൻ ഇദ്ദേഹത്തിനോട് ചെയ്യും എന്ന് പറഞ്ഞ് വിചാരിക്കും. ഒരു ഡയറക്ടറോട് ശരി ഇദ്ദേഹം വിളിച്ചോ, അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് പോകുന്നവരുണ്ടാവാം. ഒന്നൊരു ബ്ലൈൻഡ് ടെസ്റ്റിൽ വന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഇവരെല്ലാവരും തന്നെയായിരുന്നു ആദ്യം. ആരും ഇപ്പം നമ്മുടെ നടന്മാരാണെങ്കിലും നടിമാരാണെന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേര് വരാതിരുന്നവരുണ്ട്, പേടിച്ചു പോയവരൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരോടൊന്ന് ഇപ്പം പടം കണ്ടുനോക്കാൻ പറഞ്ഞു അവരുടെ അടുത്തൊക്കെ? ഇല്ല കണ്ടു നോക്കാൻ പറഞ്ഞില്ല. അവരെപ്പോഴും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കണ്ടോളുമായിരിക്കും. ഇതിന് ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഞാൻ പല സോഷ്യൽ മീഡിയയിലും കണ്ടാണ്, അതുവരെ വന്നിരുന്ന ഒരു ഫ്ലോയ്ക്ക് വിപരീതമായിട്ട് ക്ലൈമാക്സ് മാത്രം വേറെ എന്തോ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതുകൂടി ഒന്ന് ഒരു രസമായിരുന്നു എങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ എന്നുള്ളൊരു സജഷൻസ് പലരും പറയുന്നുണ്ട്. സജഷൻസ് ആൾക്കാർ പറയുന്നുണ്ട്. പലതരത്തിലാണ് ഇതിനെ ഞാനതിനെ കണ്ടത്. ഇത് പിന്നെ ഒരു ഫിനാലെയാണ്, ഒരു ഫൈനൽ ഒരു പരിപാടിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പല കഥാപാത്രങ്ങളും പ്ലേസ് ചെയ്യപ്പെട്ട് ഈ കഥാപാത്രങ്ങളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ കഥാപാത്രങ്ങളുടെ പരിപാടികളും എല്ലാം കൂടെ വന്നിട്ട് ലാസ്റ്റ് ഒരു ബ്ലാസ്റ്റ്, ഒരു പൊട്ടിത്തെറി. ഈ പൊട്ടിത്തെറിയുടെ ഇടയ്ക്കും മറ്റ് കഥാപാത്രം അയാളുടെ പ്രണയം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ബഹളത്തിനിടയ്ക്കും അയാളുടെ പ്രണയം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടാവാൻ പോകുന്ന ഈ പൊട്ടിത്തെറി അതൊരു വെടിവെപ്പാവണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു വെടിവെപ്പ് നടക്കുന്ന സ്ഥലത്താണ് ഇത് എൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ വെടിവെപ്പ് ചെയ്യണമെങ്കിൽ വെറുതെ വെടിവെക്കാൻ പറ്റില്ല, ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യണമല്ലോ. അതങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സിനെ എൻ്റർ ചെയ്യിപ്പിച്ച് അതിനൊരു അങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയത്. കാരണം സിനിമ ഇങ്ങനെ പോയി ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡ് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് ചേഞ്ച് ആവണം ഈ സാധനം. പതുക്കെയാണ് മ്യൂസിക്കലി തന്നെ ചേഞ്ച് ചെയ്തു. അവിടുന്ന് ശ്രുതിയുടെ ക്യാരക്ടറിന് ഒരു സിഗരറ്റ് വലിക്കുന്നതിൽ തുടങ്ങി ഒരു മ്യൂസിക് ഷിഫ്റ്റ് ഉണ്ടായി. അവിടുന്ന് അശ്വിൻ്റെ ക്യാരക്ടർ എൻ്ററായി. പതുക്കെ ഇതിൻ്റെ പരിപാടികൾ മാറ്റി ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയും അതേസമയം മാത്രമേ ഈ സ്ട്രെച്ചിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതൊരു ഫിലിം മേക്കിങ്ങിൻ്റെ രീതിയിൽ അങ്ങനെ ഒരു ക്രാഫ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. എന്നാലേ ഇത് ലാസ്റ്റ് ഈ ബ്ലാസ്റ്റ് നടക്കുകയുള്ളൂ. മനസ്സിലായി. ഇതിൽ സിദ്ധാർത്ഥ് ബ്രദറിൻ്റെ ക്യാരക്ടർ ശരിക്കും അബ്രീഷനാണ്. അല്ല, എന്നെ കണക്ട് ചെയ്യാം. നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് കഥകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലൊരു കണക്ട് ചെയ്യാം. അതിൻ്റെ ഒരു കോമിക് വെർഷൻ പോലെ ആക്കിയെന്നേ ഉള്ളൂ. അല്ല, ഇങ്ങനെ പോയിട്ടില്ല ശരി. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചോദിക്കാതെ മനസ്സിലാവില്ലല്ലോ. ഇപ്പം നമ്മൾ സ്ഥലത്ത് ചെന്ന ആൾക്കാരോട് ചോദിച്ച് നമ്മൾ ഒന്നുകിലും മൊത്തത്തിൽ ഇമാജിനേഷനിലൊരു കഥ ഉണ്ടാക്കാം. നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഇമാജിനേഷൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകാം, ഒരു തുരുത്തിലേക്ക് പോകാം. നമ്മുടെ ഇമാജിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ടുപോകാം. അതിന് യാതൊരു ലിമിറ്റും ഇല്ല. നമുക്ക് ബഹിരാകാശത്ത് പോകാം. പക്ഷേ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്പേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ സ്പേസിലേക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആ സ്പേസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അങ്ങനെ വേണമെന്നില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുക, ഞാൻ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നത് നിറയെ സർപ്പങ്ങളുള്ള പാമ്പുകളുള്ള ഒരു ദ്വീപിനെ കുറിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഒന്ന്
ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു നിറയെ വിഷസർപ്പങ്ങളുള്ള ദ്വീപിലേക്ക് ഞാൻ പോകുമല്ലോ. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യും, ഇതിങ്ങനെ ആയിരിക്കും, ഇമാജിനേഷൻ വരാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും എന്നാൽ പിന്നെ ഇതൊന്നും അറിഞ്ഞാലോ. കാരണം നിങ്ങൾക്കും കൂടെ പരിചയമുണ്ടെങ്കിൽ, ഞാനീ പറയുന്ന ഇമാജിനറി വേൾഡ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന വേൾഡിനെ കുറിച്ച് തർക്കമില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള സ്പേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇയാൾക്ക് കുറച്ച് ഒരു പഠനം നടത്താമായിരുന്നല്ലോ എന്ന് പറയില്ലേ. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഒരു എന്താ പറയുക, അത് ഈ ഞാൻ പറയുന്ന സ്പേസിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ ഞാൻ മുൻകരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും, ഞാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ സ്പേസ് അല്ല പറയുന്നതെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ സ്പാ എന്ന് പറഞ്ഞിട്ട് സാധനമായിട്ട് ഇങ്ങനെ സ്പേസാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ ഞാനത് മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് എന്താണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്ത് പോയി ഞാൻ ഇമാജിനേഷനും സാധനങ്ങളെല്ലാം കയറ്റിവിടാം. പക്ഷേ ലോജിക് വൈസും കൂടെ ഒന്ന് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് എനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു പരിപാടിയിലേക്ക് ഒന്ന് കിടക്കണം. നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പോഴത്തെ സമകാലീനായ സിനിമാക്കാരെ നോക്കുവാണെങ്കിൽ എബ്രി ഷൈൻ, ആഷിഖ് കപൂർ, മാർട്ടിൻ പ്രക്കാട്ട്, നിങ്ങൾ 3 പേരും ഒരേ കാലഘട്ടത്തിൽ എനിക്കൊരു വ്യത്യസ്തമായ സിനിമകൾ കൊടുക്കുന്ന ഒരേ തലത്തിൽ നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു പക്ഷേ എബ്രി ഷൈൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ആഷിഖ് കപൂർ. അപ്പം എപ്പോഴെങ്കിലും ഇപ്പം നിവിൻ പോളി നല്ല സൗഹൃദമാണ്. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ഉണ്ട്, അങ്ങനത്തെ ആ സിനിമകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബിഗ് ഗംസിൻ്റെ മൂവി, ഒരു മമ്മൂട്ടി മോഹൻലാൽ മൂവി, അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനങ്ങനെ ആഷിഖൊക്കെ ഞങ്ങളുള്ള സീനിയറാണ് ഫിലിം മേക്കിംഗ്, ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ. ഞാൻ വനിതയിൽ ജോലി ചെയ്യുമ്പോൾ ഓൾറെഡി ആഷിഖ് ഫിലിം ഡയറക്ടറാണ്. മാർട്ടിനേക്കാളും ഫിലിമിൽ ഞാൻ വരുന്നതിന് മുൻപ് സിനിമയിൽ വന്ന ആളാണ്. ഞാൻ ഈ ആദ്യത്തെ 2 സിനിമയിൽ നിന്ന് ഇവനെ വെച്ച് ചെയ്തു. പിന്നത്തെ സിനിമ പൂമരം ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ പല ആക്ടേഴ്സിനോടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങൾ വരും. അപ്പോഴേക്കും നമ്മൾ ഒരു സിനിമ കഴിയുമ്പോൾ ഒരു സിനിമ ഇങ്ങനെ ഓണായി അങ്ങ് പോകും. ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് പോയിട്ടില്ല. ഒരു പൂർണ്ണമായ തിരക്കഥയോടുകൂടി പൂർണ്ണമായ കഥയോടുകൂടി ഒരു പ്രോജക്റ്റ് ഞാൻ പിച്ച് ചെയ്തിട്ടില്ല. ഇല്ല, ആഗ്രഹമില്ല. ശരിക്കും ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? വലിയ ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ സിനിമ ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷേ നമ്മൾ കൃത്യമായൊരു കഥയോടുകൂടി അങ്ങനെ ആ സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹത്തോടുകൂടി അങ്ങനെ ഞാൻ പോയിട്ടില്ല ആക്ച്വലി. അങ്ങനെ ആഗ്രഹത്തോടുകൂടി പൂർണ്ണമായി ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ ഇത് നമ്മൾ തിരക്കഥയാക്കി പൂർത്തിയാക്കാൻ പറയുമ്പോഴേ പൂർണ്ണമായ തിരക്കഥയോടുകൂടി ഞാൻ സമീപിച്ചിട്ടില്ല. പൂർണ്ണമായ കഥയോടുകൂടി തിരക്കഥയോടുകൂടി ഞാൻ ആക്ച്വലി സമീപിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന മഹാബലിയാറിനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അന്ന് വളരെയധികം പ്രതീക്ഷയോട് കൂടി വന്ന ഒരു സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് പലതരത്തിലുള്ള മിക്സഡ് റെസ്പോൺസാണ് വരുന്നത്. ചിലർക്ക് കണക്റ്റ് ആവാതെ വരുന്നു. ഈ മഹാവീരർ അത്രയും ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമ അങ്ങനെ ഒരു റെസ്പോൺസ് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഷോക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ഇൻ്റലക്ച്വൽ കണ്ടൻ്റ് ആയിരുന്നു. അതിനകത്തൊരു ഫിലോസഫിക്കലും ഇൻ്റലക്ച്വലും ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ എനിക്കറിയാം അതൊരു നോർമൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവത്തിലുള്ള സിനിമയല്ലാന്ന് എനിക്ക് അറിയായിരുന്നു ആ സിനിമയെക്കുറിച്ച്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലായില്ല എങ്കിൽ മറ്റുള്ളവർ കണ്ടിഷ്ടപ്പെട്ടത് ഒരു ചർച്ച ചെയ്യുമല്ലോ. നമുക്കൊരു സാധനം കണ്ടുമ്പോൾ ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടു, ആ സിനിമ എന്തായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ചർച്ച ചെയ്തിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ഇഷ്ടമാവും. അപ്പം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടും ഒരു സിനിമ അങ്ങനെ അത്തരത്തിലുള്ളൊരു ചർച്ച ആ സിനിമയെക്കുറിച്ച് നടക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. നടക്കുകയും ചെയ്തു. ഒരുപാട് പേര് ആ സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞു. പക്ഷെ ഒരു മാസ് ഓഡിയൻസിലേക്ക് അത് എത്തിയില്ല ആക്ച്വലി. ഒരു വലിയ ജനക്കൂട്ടത്തിലേക്ക് എത്തിയില്ല. എത്തിയവർക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടവരുമുണ്ട്. ഒരു മിക്സഡ് ഒരു സാധനമാണ് അതിനകത്ത് വന്നത്. ഇന്നും മഹാവീർ ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് പറയുന്നവരുണ്ട്, അത് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞവരുണ്ട്. കഞ്ചാവ് അടിച്ചിട്ട് സിനിമ ചെയ്തതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, കഞ്ചാവ് പോയിട്ട്. പക്ഷേ ആളുകൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ചിന്തകളിൽ ഈ വേറൊരു ട്രിപ്പിൽ പോയിട്ട് ചിലപ്പം എഴുതാമെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കും. അത് ചിലപ്പോൾ വേറെ തരം ട്രിപ്പിലേക്ക്
നമ്മൾ പോകുന്നത് ചിലപ്പോൾ അങ്ങനെ തോന്നാം. അതങ്ങനെയാണ് അവർ പറയുന്നത്. ഏറ്റവും രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ മൈനറിനല്ല ഇവിടെ മേജറിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ട് ഡയലോഗ് അടുത്ത ഇതിലേക്ക് കയറുമ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഓർണം അത് തന്നെയാണ്. എന്തായാലും സ്പാ അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോകട്ടെ, വിവാദങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.